യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിലും KSRTC ബസ്സിലും ടൂ വീലറിലും മാത്രമാണ് ഞാൻ അത്രയും ഹാപ്പിയായി പോവാറ്. വേറെ ഏത് വണ്ടിയാണേലും ഒരുമാതിരി കിളി പോയ അവസ്ഥയാണ്. കയറുന്നതും പിന്നെ ഇറങ്ങുന്നതും മാത്രമേ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം എൻ്റെ മയിൽവാഹനത്തിലാണ് യാത്ര, ദേവാലയയിലേക്ക്. ഈ യാത്ര ജയേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. തേയിലത്തോട്ടത്തിലൂടെ എത്ര ദൂരങ്ങൾ. ഞാനും ജയേട്ടനും ഈ സ്കൂട്ടിയിലൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു യാത്ര. പിന്നെ അവിടെ റോഡ് സൈഡിൽ കണ്ട ഒരു ചെറിയ ചായക്കടയിൽ കയറി ജയേട്ടനൊരു ചായ പറഞ്ഞു. കുട്ടി പിന്നെ പണ്ടേ ഹോർലിക്സേ കുടിക്കൂ, അതുകൊണ്ട് ഞാനൊരു ഹോർലിക്സാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ചായ പണ്ട് മുതലേ ഞാൻ ചായ വിരോധിയാണ്. ചായ ഞാൻ കുടിക്കാറേ ഇല്ല. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ജയേട്ടൻ്റെ ഫ്രണ്ട് നല്ലൊരു കൃഷിക്കാരനാണ് കേട്ടോ. മൂപ്പർക്ക് വാഴ, ചേമ്പ്, ചേന, പാവയ്ക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മൂപ്പര് കൃഷി ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഞാനങ്ങ് കയറി നിരങ്ങിയെന്ന് വേണം പറയാൻ. പാവയ്ക്കൊക്കെ തൂങ്ങിക്കിടക്കുന്നതാണ് എന്ത് രസമല്ലേ. തമിഴ്നാടൻ ഭക്ഷണങ്ങളും അതിൻ്റെ ടേസ്റ്റും കളറും ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പൊതിച്ചോറും കരുതിയാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു ഒഴിവുള്ള സ്ഥലം കണ്ട് ഞാനും ചേട്ടനും അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ബത്തേരി വഴിയാണ് തിരിച്ചു വന്നത്. അവിടെ കണ്ടൊരു അത്ഭുത കാഴ്ചയാണ്, എൻ്റെ അത്ഭുതമാണ് കേട്ടോ. എന്ത് ബത്തേരി വഴിയാന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ബത്തേരിയിലെ ലാഭമേളയായിരുന്നു കേട്ടോ. ഒരുമാതിരി ചക്കക്കൂട്ടം കണ്ട കുട്ടികളുടെ അവസ്ഥയായിരുന്നു എൻ്റെത് കേട്ടോ. എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നതായിരുന്നു ആകെയുള്ള സംശയം. പിന്നെ ഞങ്ങളുടെ യാത്ര നേരെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. വരുന്ന വഴി ഭയങ്കര ബ്ലോക്കായിരുന്നു, മുട്ടിൽ നിന്ന് തുടങ്ങിയ ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.